യൂട്യൂബ് ഫാമിലിക്ക് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യുവതലമുറ മദ്യവും മയക്കുമരുന്നും തേടുന്നതിൽ പോകുന്നതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഇന്ന് പലരും ഇതിൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു എന്നത് സമൂഹത്തിന് ഇതിനെതിരെ കൂടുതൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടിയാണ് വ്യക്തമാക്കുന്നത്. ലഹരി മരുന്ന് വേട്ടയിൽ പിടിക്കപ്പെടുന്ന മിക്കവാറും യുവാക്കളാണ്. DJ പാർട്ടികൾ, നിശാ ഡാൻസുകൾ, അത്താഴ പാർട്ടികൾ, ക്ലബ് ആഘോഷങ്ങൾ, ഹൗസ് ബോട്ട് പരിപാടികൾ, വിവാഹ പാർട്ടികൾ, റെസിഡൻഷ്യൽ കോളനി ഒത്തുകൂടലുകൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്കായി മയക്കുമരുന്നും മദ്യവും എത്തിച്ചു കൊടുക്കുന്നവരാണ് പിടിക്കപ്പെടുന്നവരെയും ഏറെയും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് ലഹരി വിറ്റ് പിടിയിലാകുന്നവരും കുറവല്ല. ഒരു കാര്യം വ്യക്തമാണ്, മദ്യത്തിനും മയക്കുമരുന്നും ആവശ്യക്കാർ ഏറെയാണ്. ആവശ്യക്കാരിൽ ചെറുപ്പക്കാരാണ് അധികവും എന്നതും നാം മനസ്സിലാക്കണം. ചെറുപ്പക്കാരിൽ ആൺ പെൺ വ്യത്യാസം കുറഞ്ഞു വരികയാണ്. തുല്യത നേടുന്നു എന്നാണ് അനധികൃത ലഹരി വിൽപ്പന വേട്ടക്കിറങ്ങുന്ന ഉദ്യോഗസ്ഥൻ നൽകുന്ന മുന്നറിയിപ്പ്. നമ്മുടെ നാട്ടിൽ മദ്യവും മയക്കുമരുന്നും ഇല്ലാത്ത ആഘോഷങ്ങൾ നല്ല കുറവാണെന്നാണ് വാസ്തവം. പങ്കെടുക്കുന്നവർക്ക് ഹരം നൽകണമെങ്കിൽ പാർട്ടികൾക്ക് മുന്തിയനും മദ്യം തന്നെ വിളമ്പണം. മയക്കുമരുന്ന് വിളമ്പുന്ന വേദികളും കുറവാണെന്നാണ് അറിവുകൾ. ഉപയോഗിക്കുന്നവരിൽ മുതിർന്നവർ എന്നോ ചെറുപ്പക്കാരെന്നോ വ്യത്യാസമില്ല. പണ്ടൊക്കെ മറിഞ്ഞിരുന്ന് ചെയ്തിരുന്ന മദ്യപാനം ഇന്ന് തുറന്ന വേദികളിൽ നിന്ന് വ്യത്യാസം മാത്രമാണ് ഉള്ളത്. നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യത്തിൽ വന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം. ഒളിച്ചും പാത്തും അല്ലാതെയും നിരന്തരമായും അഭിമാനക്ഷതമില്ലാതെയും നിത്യജീവിതത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് പണ്ടത്തേക്കാൾ കൂടുതൽ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നതിന് അനേകം കാരണങ്ങളുണ്ട്. കുടുംബപരമായ ആസക്തി, പാരമ്പര്യം, സാമൂഹിക പശ്ചാത്തലം ചിലപ്പോൾ ഇതിന് കാരണമാകുന്നുണ്ട്. ചെറുപ്പം മുതൽ പ്രായമായവർ വരെ മദ്യം കഴിച്ച് മാത്രം സന്തോഷം പങ്കിടുന്നതും കുടുംബ പശ്ചാത്തലത്തിൽ മദ്യം ഒരു നല്ല വസ്തു ആണെന്ന് മുതിർന്നവർ അംഗീകരിക്കുന്നതും മദ്യത്തിനോട് ആസക്തി ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. പലരും ആകാംക്ഷയോടെയാണ് മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒറ്റപ്പെടൽ, ഏകാന്തത, ഇഷ്ടമുള്ളവരിൽ നിന്നും നിത്യേന നെഗറ്റീവ് കമൻറ്റുകൾ കിട്ടുക എന്നിവ ഉണ്ടാകുമ്പോൾ പലപ്പോഴും യുവാക്കൾ അഭയം നേടുക മദ്യത്തിന് മയക്കുമരുന്നിലാണ്. ചിലപ്പോൾ കൂടുതൽ ആകാംക്ഷ, ദുഃഖം, വിഷാദം, മാനസിക സമ്മർദ്ദം എന്നിവയ്ക്കായി ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്ന മരുന്നുകൾ തുടർ ഉപയോഗത്തിന് ആസക്തി ഉണ്ടാക്കുന്ന മരുന്നുകളായി മാറുന്നു. മദ്യം ആവശ്യത്തിന് വിൽക്കുക തരാതെയാകുമ്പോൾ മയക്കുമരുന്നിലേക്ക് തിരിയുന്നവരുമുണ്ട്. ഒരേ പ്രായക്കാരിൽ നിന്നുള്ള നിർബന്ധം, മറ്റുള്ളവരുടെ മുന്നിൽ നേതാവാകാനുള്ള ആശ, ആണത്ത് തെളിയിക്കാനുള്ള അവസരം, സ്നേഹത്തോടെയുള്ള പ്രോത്സാഹനം തുടങ്ങിയവ ചെറുപ്പക്കാരെ മദ്യം മയക്കുമരുന്ന് ആസക്തിയിലേക്ക് നയിക്കുന്നു. ഇതെല്ലാം ചെറുപ്പത്തിൽ രുചിച്ചു നോക്കണം. വലുതായാൽ ഉത്തരവാദിത്തം വരും. അപ്പോൾ പറ്റില്ലെന്ന് വിശ്വസിച്ച് കുടി തുടങ്ങി അത് നിർത്താൻ കഴിയാത്തവരുമുണ്ട്. നല്ല ഉന്മേഷം ലഭിക്കുന്ന തന്നെ മയക്കുമരുന്ന് മദ്യം ഉപയോഗിക്കുന്നവരുമുണ്ട്. കൂടുതൽ ക്ഷീണത്തിലാണ് ഇവ രണ്ടും എത്തിക്കുക എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ലഹരിക്ക് അവർ അടിമകളായി കഴിയും. ചിലർ പിരിമുറുക്കം കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും തോൽവിയെ കുറയ്ക്കാനുമുള്ള ഒറ്റമൂലിയായി ലഹരിയെ കാണുന്നു. എന്നാൽ പിന്നീട് അതുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ ജീവിത നിരാശത്തിൽ എത്തിക്കുന്നു എന്നതാണ് വാസ്തവം. അമിതഭാരം കുറയ്ക്കാനായി കൊക്കൈൻ ഉപയോഗിക്കുന്നവരുമുണ്ട്. അത്യന്തികമായി ഭാരം കുറയില്ലെന്ന് മാത്രമല്ല, കൊക്കൈനോട് അമിതാസക്തിയിൽ എത്തുകയും ചെയ്യുന്നു. കേരള സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലെ മദ്യപാനവും ലഹരി ഉപയോഗവും നമ്മുടെ ഭാവി തലമുറയെ ആശങ്കയിലാക്കിയിരിക്കുന്നു എന്നത് ഭീതിജനകമാണ്. യുവാക്കളോട് സംസാരിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങൾ അറിയാനും മാതാപിതാക്കൾക്ക് പറ്റണം. അതിന് സമയം കണ്ടെത്തുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സുകൾക്കും അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾക്കും അവരെ നിർബന്ധിച്ച് അയക്കാതിരിക്കുക. യുവാക്കളെ അംഗീകരിക്കുക. അവരുടെ നേട്ടങ്ങളിൽ പ്രോത്സാഹനം നടത്തുക. അവരിൽ ആത്മാഭിമാനവും മാനസിക ധൈര്യവും ഉണ്ടാക്കുക. അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും വീട്ടുകാർ പങ്കുചേരുക. അതിന് അവരെ അളവറ്റ് സ്നേഹിക്കണം. വീടിൻ്റെയും നാടിൻ്റെയും ഭാവി യുവാക്കളിലാണ് ഇന്ന് സമൂഹം തിരിച്ചറിയണം. നമ്മുടെ യുവതലമുറയെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിനും രക്ഷപ്പെടുത്താൻ സമൂഹം ഒറ്റക്കെട്ടായി പ്രയത്നിക്കുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ഓൾവേസ് സ്റ്റേ ഗുഡ്, സ്റ്റാൻഡ് സ്റ്റേ.